ബിസ്മില്ലാഹിർ-റഹ്മാനിർ-റഹീം. അസ്സലാമു അലൈക്കും കൂട്ടുകാരെ, ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് 8ാം ക്ലാസ്സിലെ താരീഖിലെ 14ാം പാഠമായ ഉമ്മുൽ മുഅ്മിനീൻ ഹഫ്സ റളിയല്ലാഹു അൻഹ എന്ന പാഠത്തിലെ തദ്രീബാത്താണ്. അത്തദ്രീബാത്ത് 1. ബയ്യിൻ. 1. ഹഫ്സത്തു റളിയല്ലാഹു അൻഹു ബിൻതു മൻ. ഹഫ്സ റളിയല്ലാഹു അൻഹു ആരുടെ മകളാണ്? ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ മകൾ. 2. സൗജുഹൽ അവ്വലു. ആദ്യം അവരെ വിവാഹം ചെയ്തത് ഹുനൈസ് ഇബ്നു ഹുദാഫത്ത സഹമി. 3. താരീഖു തസ്വീജിഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ വിവാഹം ചെയ്ത തീയതി ഹിജറ 3-ാം വർഷം. 4. മഹ്റു ഹഫ്സത റളിയല്ലാഹു അൻഹു. ഹഫ്സ റളിയല്ലാഹു അൻഹയുടെ മഹർ 400 ദിർഹം. 5. മാ ഖാല ജിബ്രീലു അലൈഹി വസല്ലം. ജിബ്രീൽ അലൈഹി വസല്ലം പറഞ്ഞതെന്ത്? ഹഫ്സയെ മടക്കിയെടുക്കണം. ധാരാളം നിസ്കരിക്കുകയും ധാരാളം നോമ്പനുഷ്ഠിക്കുകയും ചെയ്യുന്നവരാണവർ. സ്വർഗത്തിലും അവർ നിങ്ങളുടെ ഭാര്യയാണ്. 2. അജിബ്. 1. മത്താ മാത ഹുനൈസ് ഇബ്നു ഹുദാഫത്ത. ഹുനൈസ് മരണപ്പെട്ടതെപ്പോൾ? ബദർ യുദ്ധാനന്തരം. 2. മാസാ ഫഅല ഉമർ റളിയല്ലാഹു അൻഹു ബഅദ ഇൻഖിളാഇ ഇദ്ദത്തി ഹഫ്സത റളിയല്ലാഹു അൻഹു. ഇദ്ദയ്ക്ക് ശേഷം ഉമർ റളിയല്ലാഹു അൻഹു എന്തു ചെയ്തു? അബൂബക്കർ, ഉസ്മാൻ എന്നിവരോടൊക്കെ വിവാഹാഭ്യർത്ഥന നടത്തി. 3. കം ഹദീസൻ റവത്ത് ഹഫ്സത്തു റളിയല്ലാഹു അൻഹു. ഹഫ്സ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്ത ഹദീസുകൾ 60. 4. മത്താ മാതത് ഹഫ്സത്തു റളിയല്ലാഹു അൻഹു. ഹഫ്സ റളിയല്ലാഹു അൻഹു വഫാത്തായത് ഹിജറ 45-ൽ ശഅബാൻ മാസം. 5. ഉംറു ഹഫ്സത റളിയല്ലാഹു അൻഹു കം ഹുവ. ഹഫ്സ റളിയല്ലാഹു അൻഹയുടെ വയസ്സ് 60. ഈ പാഠവും അതിലെ തദ്രീബാത്തുകളും അവസാനിച്ചിരിക്കുന്നു. അസ്സലാമു അലൈക്കും. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ.